ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ശീമച്ചക്ക തീയലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ശീമച്ചക്ക എന്ന് പറയുമ്പോൾ കടച്ചക്ക എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയാറുണ്ട്. ഞങ്ങളിതിന് ശീമച്ചക്ക എന്നാണ് പറയാറ്. അതൊരെണ്ണം എടുത്ത് മുറിച്ച് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തീയലിന് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു മുറി തേങ്ങ ചിരകിയതും 2-3 കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ഇട്ട് വറുത്തെടുക്കണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ശീമച്ചക്കയിലേക്ക് ഒരു സവാള സ്ക്വയറായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്യാം. ഈ സവാള ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഒരു സവാള ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം, അത് വേകാനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് മാറ്റാം. ഞാനിത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആ ഉപ്പ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് അരപ്പെല്ലാം ചേർത്ത ശേഷം ഉപ്പ് നോക്കുമ്പോൾ കുറവാണെങ്കിൽ വീണ്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ തേങ്ങയുടെ ചൂടിൽ തന്നെ നമ്മൾ മറ്റുള്ള മസാലപ്പൊടികൾ കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ചൂടിൽ തന്നെ അതിൻ്റെ ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം. ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പം നന്നായിട്ട് കറി തിളച്ചിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിവിടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഈ കറിയിലേക്ക് കടുക് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വീഴ്ത്തി കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വീഴ്ത്തി കൊടുക്കണേ. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ തീയലിലേക്ക് കടുക് താളിച്ചത് നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കറി വളരെ രുചികരമായിട്ടുള്ള ഒരു തീയലാണ്. ശീമച്ചക്ക വെച്ചുണ്ടാക്കുന്ന തീയൽ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടും പറ്റും ഇത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.